G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ഞങ്ങളുടെ മറ്റു വീഡിയോകളും കൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എറണാകുളം കൊച്ചി നഗരത്തിന്റെ ഭാഗമായ പള്ളുരുത്തി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മാരമ്പിള്ളി ആദിപരാശക്തി ദേവീ ക്ഷേത്രം. പടിഞ്ഞാറോട്ട് നോക്കിയാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ധീവരസഭയാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത്. സാമാന്യമായ ശാക്തേയ വിശ്വാസത്തിലും ഹൈന്ദവ വിശ്വാസത്തിലും പ്രധാന സ്ഥാനമുള്ള ഒരു ദൈവസങ്കല്പമാണ് പരാശക്തി അഥവാ ആദിപരാശക്തി. പരാശക്തി എന്നാൽ പരമമായ ഊർജം എന്നാണ് അർത്ഥം. തുടക്കത്തിലെ വലിയ ഊർജം എന്നാണ് ആദിപരാശക്തി എന്ന വാക്കിന്റെ ലളിതമായ അർത്ഥം. ശാക്തേയ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് ഭഗവതിയായ ആദിപരാശക്തി. പൊതുവെ ഭഗവതി എന്ന് പറയുന്നത് ആദിപരാശക്തിയെയും ആ ഭഗവതിയുടെ വിവിധ ഭാവങ്ങളെയും തന്നെയാണ്. പരബ്രഹ്മം, പരാത്മാവ്, ഈശ്വരി, പരമേശ്വരി, ജഗദീശ്വരി, മഹേശ്വരി, ഭഗവതി അല്ലെങ്കിൽ ശാക്തേയ ഭഗവതി, മഹാമായ, ഭുവനേശ്വരി, രാജരാജേശ്വരി, ത്രിപുരസുന്ദരി, ദുർഗ അഥവാ ആദിശക്തി ദുർഗ അല്ലെങ്കിൽ ദുർഗ പരമേശ്വരി, ഭദ്രകാളി അഥവാ ആദിശക്തികാളി, ചണ്ഡിക തുടങ്ങിയ വാക്കുകൾക്ക് തുല്യമായി പരാശക്തി എന്ന പദം ഉപയോഗിക്കാറുണ്ട്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ മൂന്ന് പ്രധാന ഭാവങ്ങൾ പരാശക്തിക്ക് കണക്കാക്കുന്നു. പരാശക്തി ദേവിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. ഗണപതി, അയ്യപ്പൻ, ശ്രീമുരുകൻ, നാഗദൈവങ്ങൾ തുടങ്ങി ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രങ്ങളിൽ അപൂർവമായി മാത്രം കാണാറുള്ള വേദവ്യാസ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. പുരാണങ്ങളിൽ അനശ്വരനെന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് വേദവ്യാസൻ. മഹാഭാരതത്തിന്റെ രചയിതാവായി കണക്കാക്കപ്പെടുന്ന ഋഷിയാണ് കൃഷ്ണവിദ്യന്യൻ എന്ന വ്യാസമഹർഷി. മഹാഭാരതത്തിന്റെ രചയിതാവ് എന്നതിനു പുറമെ അതിലെ ഒരു കഥാപാത്രവുമാണ് വ്യാസൻ. വ്യാസൻ എന്നാൽ വ്യസിക്കുന്നവൻ എന്നർത്ഥം. വേദത്തെ നാലാക്കി പകർത്തതിനാൽ വേദവ്യാസൻ എന്ന നാമം വന്നു. സപ്തചിരഞ്ജീവികളിൽ ഒരാളാണ് വേദവ്യാസൻ. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. മനസ്സ് തുറന്നു വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ് ഇവിടെയുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.